ന്യൂസിലാൻഡിനെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് വലിയ പരാജയമാണ് നേരിട്ടിരിക്കുന്നത്. അതായത് 7 വിക്കറ്റിനാണ് ന്യൂസിലാൻഡ് ജയിച്ചിരിക്കുന്നത്. ഈ ഇന്ത്യൻ തന്ത്രങ്ങൾ എവിടെയായിരിക്കും യഥാർത്ഥത്തിൽ പിഴച്ചത്? അതായത് നമുക്കറിയാലോ, ആദ്യ ഏകദിനം, അതായത് വഡോദരയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ 4 വിക്കറ്റിൻ്റെ ഒരു ആവേശകരമായ ജയമാണ് സ്വന്തമാക്കിയത്. ജയപരാജയം മാറി മറിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഒടുവിൽ ജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. വളരെ ത്രില്ലിംഗ് ആയ ഒരു മത്സരമായിരുന്നു രാജ്കോട്ടിൽ നടന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മ അന്ന് 26 റൺസ് എടുത്തു. അതുപോലെ വിരാട് കോഹ്ലിയുടെ പ്രകടനം ആദ്യ ഏകദിനത്തിൽ വളരെ നിർണായകമായിരുന്നു. അദ്ദേഹം സെഞ്ചുറിക്ക് 7 റൺസ് അകലെ 93 റൺസ് എടുത്ത് നിൽക്കുകയാണ് പുറത്തായത്. അതുപോലെ ശുഭ്മാൻ ഗിൽ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അന്ന് അർദ്ധ സെഞ്ചുറി നേടി ആദ്യ ഏകദിനത്തിൽ. അതുപോലെ ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറിക്ക് ഒരു 49 റൺസ് എടുത്തപ്പോൾ 49 റൺസിലെത്തി നിൽക്കുകയാണ് ശ്രേയസ് അയ്യർ ഔട്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മികച്ച ജയം, ഇന്ത്യക്ക് ഒരു ആവേശകരമായ ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇനി രാജ്കോട്ട് ഏകദിനം, അതായത് രണ്ടാം ഏകദിനത്തിലേക്ക് വരികയായിരുന്നെങ്കിൽ ഇന്ത്യക്ക് പരമ്പര കിട്ടുമായിരുന്നു. കാരണം മൂന്ന് മത്സരങ്ങളാണ് ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിലുള്ളത്. അതിൽ രാജ്കോട്ട് ഏകദിനത്തിൽ, അതായത് ഇന്നലെ നടന്ന രാജ്കോട്ട് ഏകദിനത്തിൽ ഇന്ത്യ ജയിക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യക്ക് അനായാസം പരമ്പര സ്വന്തമാക്കാനുള്ള സുവർണാവസരം ഇന്ത്യക്ക് ലഭിക്കുമായിരുന്നു. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ടോസ് നേടിയ ന്യൂസിലൻഡ് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. പൊതുവേ ഈ രാജ്കോട്ടിലെ പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പൊതുവെയുള്ള ഒരു സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ, രാജ്കോട്ടിൽ നടന്ന പല മത്സരങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം വിജയിക്കുന്ന ഒരു ചരിത്രമാണ് രാജ്കോട്ടിലെ സ്റ്റേഡിയത്തിൽ പറയാനുള്ളത്. നമുക്ക് ഇന്ത്യയുടെ ടീമിൻ്റെ ഒരു ബാറ്റിങ്ങിൻ്റെ ഒരു ഒന്ന് വിലയിരുത്താം. ഓപ്പണിങ്ങിൽ ഇന്ത്യക്ക് പതിപോലെ രോഹിത് ശർമ്മയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലുമാണ് ഇറങ്ങിയത്. രോഹിത് ശർമ്മ ഇന്നലെ ഒരു പതിഞ്ഞ കളിയാണ് കാഴ്ചവെച്ചത്. രോഹിത് ശർമ്മ 38 പന്താണ് രോഹിത് ശർമ്മ നേരിട്ടത്. 24 റൺസാണ് രോഹിത് ശർമ്മ, 4 ബൗണ്ടറി അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. ആദ്യ ഏകദിനത്തിൽ അദ്ദേഹം 2 മനോഹരമായ സിക്സറുകൾ, ഫുൾ ഷോട്ടിലൂടെ മനോഹരമായ സിക്സറുകൾ അടിച്ച രോഹിത് ശർമ്മക്ക് ഇന്നലെ 4 ബൗണ്ടറികൾ മാത്രമാണ് നേടാനായത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് ഇന്നലെയും ഫോം തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. ശുഭ്മാൻ ഗിൽ ഇന്നലെ കുറെ കൂടി അഗ്രസീവായ ഒരു ബാറ്റിംഗ് ആണ് ശുഭ്മാൻ ഗിൽ കാഴ്ചവെച്ചത്. 53 പന്താണ് ശുഭ്മാൻ ഗിൽ നേരിട്ടത്. 53 പന്തിൽ നിന്ന് 56 റൺസ് എടുത്ത് അർദ്ധ സെഞ്ചുറിയുമായാണ് ശുഭ്മാൻ ഗിൽ പുറത്തായത്. അതുപോലെ നമ്മളേറെ പ്രതീക്ഷയോട്, പ്രത്യേകിച്ച് ഇന്നലെ വിരാട് കോഹ്ലി സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര കരഘോഷമായിരുന്നു. കാരണം ആദ്യ ഏകദിനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 93 റൺസ് എടുത്ത കാരണം കോഹ്ലിയുടെ ഒരു ബാറ്റിംഗ് വിസ്ഫോടനം കാണാൻ പ്രതീക്ഷിച്ചെത്തിയ 10,000-ങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. 29 പന്താണ് വിരാട് കോഹ്ലി നേരിട്ടത്. എന്നാൽ 23 റൺസ് മാത്രമാണ് വിരാട് കോഹ്ലിക്ക് നേടാനായത്. അതുപോലെ മറ്റൊരു താരം ശ്രേയസ് അയ്യർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യ ഏകദിനത്തിൽ 49 റൺസ് എടുത്ത ശ്രേയസ് അയ്യർക്ക് 17 പന്ത് നേരിട്ട ശ്രേയസ് അയ്യർ കേവലം 8 റൺസ് മാത്രമാണ് നേടാനായത്. എന്നാൽ നമുക്ക് എടുത്തു പറയേണ്ടത് KL രാഹുൽ, വിക്കറ്റ് കീപ്പറായ KL രാഹുലിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. 92 പന്താണ് KL രാഹുൽ നേരിട്ടത്. 112 റൺസ് എടുത്ത് മനോഹരമായ ഒരു സെഞ്ചുറി. അതായത് രാജ്കോട്ടിലെ കാണികളെ അത്യന്തം ത്രസിപ്പിക്കുന്ന, ആവേശത്തിലാക്കുന്ന ഒരു പ്രകടനമാണ് KL രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. 92 പന്ത് നേരിട്ട് KL രാഹുൽ 112 റൺസ് എടുത്തു. 11 മനോഹരമായ ഫോറുകളും 1 സിക്സും അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു താരം രവീന്ദ്ര ജഡേജയാണ്. രവീന്ദ്ര ജഡേജക്ക് 44 പന്താണ് ജഡേജ ഒരു ഓൾറൗണ്ടറാണ്. അദ്ദേഹം 44 പന്ത് നേരിട്ട രവീന്ദ്ര ജഡേജക്ക് 27 റൺസ് മാത്രമാണ് നേടാനായത്. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വാഷിംഗ്ടൺ സുന്ദർ, ആദ്യ ഏകദിനത്തിൽ പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദറിന് പകരമെത്തിയ നിതീഷ് കുമാർ റെഡ്ഡി 21 പന്ത് നേരിട്ടു. 20 റൺസ് മാത്രമാണ് നേടാനായത്. അതുപോലെ നമുക്ക് ന്യൂസിലൻഡിൻ്റെ ഇനി ബൗളർമാരുടെ പ്രകടനം എന്ന് പറയുകയാണെങ്കിൽ ക്രിസ് ക്ലാർക്ക് 8 ഓവറിൽ 56 റൺസ് വഴങ്ങി 3 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. അതുപോലെ കൈലി ജാമിൻസൺ, സക്രി ഫോൾസ്, ജേഡൻ ലെനോക്സ്, ബ്രേസ്വെൽ എന്നിവർ 1 വിക്കറ്റ് വീഴ്ത്തി. ഞാൻ പറഞ്ഞ 284 റൺസാണ് ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത്. അതുകൊണ്ട് തന്നെ ഒരു 285 റൺസ് എന്ന വിജയലക്ഷ്യമായി ക്രീസിലെത്തിയ ന്യൂസിലൻഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അവരുടെ ഓപ്പണർമാരായ ഡെവോൺ കോൺവോയും ഹെൻറി നിക്കോൾസും പെട്ടെന്ന് പുറത്തായി. ഡെവോൺ കോൺവോയ് 16 റൺസ് എടുത്തപ്പോൾ ഹെൻറി നിക്കോൾസ് 10 റൺസ് എടുത്ത് പുറത്തായി. എന്നാൽ പിന്നീട് കാണുന്നത്, അതായത്
മൂന്നാം വിക്കറ്റിൽ അവർ മാസ്മരികമായ ഒരു ബാറ്റിംഗ് ആണ് ന്യൂസിലൻഡിനെ കാത്തിരുന്നത്. അത് അവരുടെ ഡാരി മിച്ചലും വില്യങ്ങും നടത്തിയ ഒരു കടന്നാക്രമണവും ഒരു രക്ഷാപ്രവർത്തനവും എടുത്തു പറയേണ്ടതായിരുന്നു. മികച്ച കളിയാണ് ഈ രണ്ടുപേരും, അതായത് ഡാരി മിച്ചലും വില്യങ്ങും കാഴ്ചവെച്ചതിൽ പ്ലെയർ ഓഫ് ദ മാച്ച്, അതായത് മാൻ ഓഫ് ദ മാച്ചായ ഡാരി മിച്ചൽ 117 പന്തിൽ 11 ഫോറും 2 സിക്സും ഉൾപ്പെടെ 131 റൺസുമായി ഡാരി മിച്ചൽ പുറത്താവാതെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുപോലെ വില്യങ്ങിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. 98 പന്താണ് വില്യങ് നേരിട്ടത്, 87 റൺസാണ് അദ്ദേഹം നേടിയത്. അതുപോലെ ഈ വില്യങ് പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ ഗ്ലെൻ ഫിലിപ്സ് 25 പന്തിൽ നിന്ന് 32 റൺസുമായി പുറത്താവാതെ നിന്നു. ഇന്ത്യക്ക് വേണ്ടി ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ് എന്നിവർ ഒരു വിക്കറ്റ് എടുത്തു. അതായത് ന്യൂസിലൻഡ് 7 വിക്കറ്റിന്റെ ആധികാരിക ജയമാണ്. ഇപ്പോഴും പരമ്പര കൈവിട്ടിട്ടില്ല. ഇനി ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. അതായത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടക്കുന്ന മത്സരം നിർണായകമാണ്. ഫൈനലാണ് ആ മത്സരം, ഫൈനലിന് തുല്യമായ മത്സരമാണ്. തീർച്ചയായും ഇന്ത്യ ആ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ന്യൂസിലൻഡിനെതിരായ ഈ ഏകദിന പരമ്പരയ്ക്ക് ശേഷം 5 2020 മത്സരങ്ങൾ കൂടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നിരവധി യുവതാരങ്ങൾ കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിലെ ഒരു മത്സരം നടക്കുന്നത് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണെന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ ഒരു കാര്യമാണ്. ഇതിലിപ്പം കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിനും അതോടൊപ്പം തന്നെ ചീഫ് സെലക്ടറായിട്ടുള്ള അജിത് അജിത് അഗാർക്കറും അഗാർക്കറും അവർക്ക് എന്ത് സംഭവിക്കും, അവരെ പുറത്താക്കുമോ എന്നുള്ള ചോദ്യം. അതായത് ഗൗതം ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഗൗതം ഗംഭീറിനും അജിത് അഗാർക്കറും ന്യൂസിലൻഡിനെതിരായ ഈ പരമ്പര, ഏകദിന പരമ്പരയും അതുപോലെ 2020 പരമ്പരയും നിർണായകമാണ്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ ചെയർമാനായ ചീഫ് സെലക്ടറായ അജിത് അഗാർക്കറിനും അതുപോലെ തന്നെ കോച്ചായ ഗൗതം ഗംഭീറിനെതിരെയും നിശിത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം പ്രസിദ്ധ് കൃഷ്ണക്കും അതുപോലെ ഹർഷിത് റാണയെയും പോലുള്ള താരങ്ങൾക്ക് സ്ഥിരമായി അവസരങ്ങൾ കൊടുക്കുന്നു. മുഹമ്മദ് ഷമിയെ പോലെയുള്ള പരിചയസമ്പന്നനായ ഒരു കളിക്കാരന് അവസരങ്ങൾ കൊടുക്കുന്നില്ല. ഷമിയെ ഈ ടൂർണമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പൂർണ്ണമായും ഫിറ്റാണ്. ആഭ്യന്തര ട്രോഫികളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് മുഹമ്മദ് ഷമിക്ക് അവസരം കൊടുത്തില്ല. കാരണം ഇനിയിപ്പോൾ ഇൻഡോറിൽ നടക്കുന്ന മത്സരം, 3ാമത്തെ ഏകദിനം, അത് ഫൈനലിന് തുല്യമാണ്. ആ മത്സരത്തിൽ ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിനും അതുപോലെ അജിത് അഗാർക്കർക്കും നേരെയും ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരും. പ്രത്യേകിച്ച് മുതിർന്ന പല താരങ്ങൾക്കും അതൃപ്തിയുണ്ട്. ഇവരുടെ ഗംഭീറിൻ്റെയും അജിത് അഗാർക്കറിൻ്റെയും കാര്യത്തിൽ അവർക്ക് പൂർണ്ണ അതൃപ്തിയുണ്ട്. ടീം മാനേജ്മെന്റ് ഇവരുടെ പ്രത്യേകിച്ച് ഗംഭീറിനെ കോച്ചായി വെക്കുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. കാരണം അഗാർക്കറുടെ ടീം സെലക്ഷനെതിരെ പല മുതിർന്ന താരങ്ങൾ, ഗവാസ്കറിനെ പോലെയുള്ള, മുഹമ്മദ് കൈഫിനെ പോലെയുള്ള, അശ്വിനെ പോലെയുള്ള പല താരങ്ങളൊക്കെ വിമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര നിർണായകമാണ്. കാരണം ഈ പരമ്പരയിലെ അവസാന മത്സരം തോൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും ഇന്ത്യയിലെ മുൻ കളിക്കാരും എല്ലാം നിശ്ചിത വിമർശനങ്ങൾ ഉയർത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇനി അടുത്ത മാസം ഇന്ത്യയിലും അതുപോലെ ശ്രീലങ്കയിലും വെച്ച് 2020 ലോകകപ്പ് മത്സരങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ടീമിനെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മലയാള താരം സഞ്ജു വി സാംസൺ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസിലൻഡിനെതിരായ 2020 ഏകദിന പരമ്പരയും 2020 പരമ്പരയും ഏകദിന പരമ്പരയും നഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നേരെ ചോദ്യശരങ്ങൾ ഉണ്ടാവും. കടുത്ത നടപടി BCCIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിൽ സംശയമില്ല. കാരണം ഗംഭീർ പ്രത്യേകിച്ച് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മക്കൊക്കെ ഗംഭീറിൻ്റെയും അഗാർക്കറിൻ്റെയും സമീപനത്തോട് കടുത്ത വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പല മുതിർന്ന താരങ്ങളും വിമർശനങ്ങൾ ഉയർത്തിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇവർക്കെതിരെ നടപടി ഉണ്ടായാൽ സാധ്യതയുണ്ട്.